DGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഹസനമാകും. അന്വേഷണത്തിൽ DGP കടുത്ത അതൃപ്തിയിലാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാതെയുള്ള അന്വേഷണത്തോട് യോജിക്കാതെ DGP നിലമ്പൂർ MLA PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ MR അജിത് കുമാർ പങ്കെടുക്കുന്നു. പതിവ് യോഗം എന്നാണ് വിശദീകരണ വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ഇത് പ്രഹസനമാണ് എന്ന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യമായി, അതായത് ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ വെറും ആരോപണങ്ങൾ അല്ല, വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, കൊലപാതകങ്ങൾ അട്ടിമറിച്ചതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്, മാത്രമല്ല സ്വന്തമായി സ്വർണ്ണക്കടത്ത് സംഘത്തെ അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങൾ. മാത്രമല്ല അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി തിരുവനന്തപുരത്ത് കവടിയാറിൽ വലിയ കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുന്നു. അങ്ങനെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ മാറ്റാതെ അന്വേഷണം നടത്തുന്നു. മാത്രമല്ല ഏറ്റവും രസകരമായി തോന്നിയത്, ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് DGP ആണ്. DGP ആണ്. ആ DGP മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് മുകളിലുള്ളത്. ആ അന്വേഷണ സംഘത്തിൽ ഉള്ളത് IG, അതുപോലെ DIG, പിന്നെ SP ആണുള്ളത്. അപ്പോൾ നോക്കൂ, ഈ ഉദ്യോഗസ്ഥൻ, ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആ കസേരയിൽ തന്നെ തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള IG റാങ്കിലും DIG റാങ്കിലും അതുപോലെ SP റാങ്കിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ സത്യസന്ധമായി സുതാര്യമായി അന്വേഷണം നടത്താൻ സാധിക്കില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പോൾ ഈ അന്വേഷണം പ്രഹസനം തന്നെയല്ലേ? ഇന്ന് PV അൻവർ മുഖ്യമന്ത്രിയെ കൂടിക്കാണുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അൻവർ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയേക്കാം. ഇതിലെന്തെങ്കിലും മാറ്റം വരും എന്ന് തോന്നുന്നുണ്ടോ? ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റും എന്ന് കരുതുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം എല്ലാ സംരക്ഷണവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MR അജിത് കുമാറിന് നൽകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നിന്ന് ലഭിച്ച സൂചനകളല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ അല്പസമയത്ത് സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ MR അജിത് കുമാർ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസ് ആസ്ഥാനത്ത് എത്തിയാണ് മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ MR അജിത് കുമാർ കൂടി പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്ന് അദ്ദേഹം കൃത്യമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ വെച്ച് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ അന്വേഷണം പ്രഹസനമായി മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ നിലനിൽക്കുന്നത്. അല്ലംബിയർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ ഈ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാര്യം സംസ്ഥാന പോലീസ് മേധാവി സ്വന്തം നിലയ്ക്ക് പോയി കേസുകൾ അന്വേഷിക്കാറില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മേൽനോട്ട ചുമതല മുൻപും ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകാറുണ്ട്. അതായത് ഒരു IG-ക്കെതിരെ പരാതി വരികയാണെങ്കിൽ ADGP-ക്ക് അന്വേഷണ ചുമതല, മേൽനോട്ട ചുമതല നൽകാറുണ്ട്. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് അന്വേഷണം നടത്തുന്നത് മറ്റു ഉദ്യോഗസ്ഥരായിരിക്കും. അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അന്വേഷണം നടത്തേണ്ട രണ്ടുപേർ, അതാണ് ഏറ്റവും പ്രധാനം. ക്രമസമാധാന ചുമതലയിൽ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഒന്ന് തിരുവനന്തപുരം റേഞ്ച് IG-യാണ്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായ സ്പർജൻ കുമാർ. അദ്ദേഹമാണ് ഈ സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. പിന്നീട് ഒന്ന് തൃശൂർ റേഞ്ച് DIG-ആണ്. ഈ രണ്ട് ഉദ്യോഗസ്ഥരും കഴിഞ്ഞാൽ പിന്നീട് SP ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റാതെ എങ്ങനെ ക്രമസമാധാന ചുമതലയിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു, ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന്. ആദ്യം മുഖ്യമന്ത്രി ഇതിന് അനുകൂലമായി പ്രതികരിച്ചെങ്കിലും പിന്നീട് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി DGP-യെ വിളിച്ചു വരുത്തിയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തില്ല, പകരം അന്വേഷണം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവിയെ അന്വേഷണത്തിന് മേൽനോട്ടത്തിനായി ചുമതലപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഇത്രയും ഉദ്യോഗസ്ഥരെ കൂടി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിലും കടുത്ത അസംതൃപ്തി സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. അന്വേഷണ സംഘത്തെ മാറ്റണം, കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ക്രമസമാധാന ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ നിയമിക്കരുതെന്ന ആവശ്യം കൂടി സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചെങ്കിലും അതിനും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഈ അന്വേഷണ സംഘത്തെ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇതിലും കടുത്ത അസംതൃപ്തിയാണ് DGP-ക്ക് ഉള്ളത്. ഇതുവരെ ഈ സംഘത്തിന്റെ യോഗം എപ്പോൾ ചേരും എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് MR അജിത് കുമാറാണ്. DGP പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് സംസ്ഥാന പോലീസ് സേനയെ അദ്ദേഹം
ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട MLA ആണ് PV അൻവർ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു. മാത്രമല്ല CPM പ്രതിപക്ഷത്തിനെതിരെ പോലും ആയുധമായി ഉപയോഗിച്ചിരുന്നത് പല ഘട്ടങ്ങളിലും PV അൻവറിനെ ആയിരുന്നു. ആ PV അൻവറാണ് ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയും ഉന്നയിച്ചത്. അത്തരം ആരോപണങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിക്കുമ്പോൾ ആ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കുമ്പോൾ എപ്പോൾ ആ സംഘം യോഗം ചേരും എന്ന് പോലും ഇതുവരെ വ്യക്തതയായിട്ടില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ DGPയുടെ അസംതൃപ്തി തന്നെയാണ്. ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പോലീസിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടരുകയാണ്. ഏറ്റവും കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്, അല്ലേ? പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയി. സ്വാഭാവികമായി തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ പാർട്ടിയിൽ P ശശിയോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി ഇപ്പോഴും ദുർബലനാണ്. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഈ ഉപജാപക സംഘം തന്നെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ആരോപണങ്ങളുടെ ആ ഗുരുതര സ്വഭാവം കണക്കിലെടുത്തെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുക, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. അതുപോലും പാലിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴും P ശശിയും അതുപോലെ MR അജിത് കുമാറും മുഖ്യമന്ത്രിക്ക് മേൽ അവരാണ് ഭരണം നടത്തുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്പ്യാർ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നു. ആ നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനം 2 പേർ ചേർന്ന് നിയന്ത്രിക്കുന്നു എന്നതാണ്. മുഖ്യമന്ത്രിക്ക് അതിൽ ഒരു പങ്കുമില്ല. 2 പേരാണ് സംസ്ഥാന പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, മറ്റൊന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ്. സംസ്ഥാനത്തെ പോലീസിലെ സ്ഥലം മാറ്റങ്ങൾ പോലും നിയന്ത്രിക്കുന്നത് ഇവരാണ്. CPM ജില്ലാ സെക്രട്ടറിമാർക്ക് പോലും കാര്യമായ ഒരു പങ്കുമില്ല. P ശശി പറയുന്ന പേരുകളാണ് പല പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ഡിവൈഎസ്പിമാരുടെ കാര്യത്തിലുമൊക്കെ തീരുമാനിക്കപ്പെടുന്നത് എന്നായിരുന്നു പ്രധാനമായും CPMൽ ഉയർന്ന വിമർശനം. അതിനുശേഷം CPMൽ ഈ സംഭവത്തിൽ പിടിമുറുക്കിയതിനു ശേഷമാണ് ഡിവൈഎസ്പിമാരുടെ സ്ഥലംമാറ്റ പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുകയും ആ ഡിവൈഎസ്പിമാരുടെ സ്ഥലംമാറ്റ പട്ടിക മുഖ്യമന്ത്രി ഇടപെട്ട് മടക്കുകയും ചെയ്തത്. അന്ന് മുഖ്യമന്ത്രി നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് CPMന്റെ പ്രാദേശിക ഘടകങ്ങളുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് വേണം ഇത്തരത്തിൽ സ്ഥലംമാറ്റ പട്ടിക നൽകാനെന്നാണ്. അത് ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന വിമർശനത്തിന്റെ കൂടി ഭാഗമായാണ് അത്തരത്തിൽ സ്ഥലമാറ്റ പട്ടിക മടക്കിയത്. പക്ഷേ അതിനുശേഷവും കാര്യമായ മാറ്റങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അതിന് മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഈ ഒരു മാറ്റം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഉള്ളത് ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തിന് MR അജിത് കുമാർ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നതാണ്. മാത്രമല്ല SP സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാലും അതിൽ ഈ പരാമർശങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് പിന്നീട് തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രി കണക്ക് കൂട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൂടി ഈ കാര്യങ്ങൾ അറിയാമെന്ന് PV അൻവർ പറയുമ്പോൾ തീർച്ചയായും ഒരു അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഗുരുതരമായ ആരോപണങ്ങൾ ഭരണപക്ഷത്തെ ഒരു MLA ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോഴത്തെ തെളിവുകൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിനുള്ള ശ്രമങ്ങൾ നടക്കുകയും സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തതൊക്കെ പുറത്തു വന്നതാണ്. M ശിവശങ്കർ അറസ്റ്റിലാവുന്ന സാഹചര്യം പോലും ഉണ്ടായി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആരോപണ വിധേയരാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഇതിനിടെയാണ് വീണ്ടും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തന്നെ കരിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അതിന് കൂട്ടുനിൽക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയാണെന്ന ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് കൂടി അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കടുത്ത നടപടികളിലേക്ക് തൽക്കാലം പോകേണ്ട എന്ന തീരുമാനത്തിൽ മുഖ്യമന്ത്രി എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതായത് MR അജിത് കുമാറിനെ മാറ്റുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കൂടി മാറ്റേണ്ട സാഹചര്യമുണ്ടാകും. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത
സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം കടുത്ത നടപടികൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, സുജിത്ദാസിനെതിരെ ഉയർന്ന ആരോപണമാണ്. സുജിത്ദാസ് പി.വി. അൻവർ എം.എൽ.എയോട് കെഞ്ചുന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും അദ്ദേഹത്തെയും സംരക്ഷിക്കുകയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ. അദ്ദേഹത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റിയതല്ലാതെ കൂടുതൽ കടുത്ത നടപടികളൊന്നും അദ്ദേഹത്തിനെതിരെയും സ്വീകരിച്ചിട്ടില്ല. ഇതും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. അനിൽ നമ്പ്യാർ. യെസ് രാജീവ്, എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണാൻ പി.വി. അൻവർ എം.എൽ.എ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജീവ്, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു രാജീവിനോട്, അതായത് ഈ പി.വി. അൻവർ വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ ആയിരുന്നു അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാവും ഒരുപക്ഷെ പി.വി. അൻവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. അതിലുള്ള വിയോജിപ്പ്, അതിലുള്ള അമർഷം ഒരുപക്ഷെ പ്രകടിപ്പിച്ച് കാണും. അതായത് ഈ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ പ്രകടിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? മാത്രമല്ല അൻവറിന് പിന്തുണയുമായിട്ട് മുൻ MLA-മാർ കൂടി രംഗത്ത് വന്നിരുന്നു. അവരും ആ മലബാറിൽ നിന്നുള്ള MLA-മാർ ആണ് എന്ന കാര്യത്തിൽ, മുൻ MLA-മാരാണ് എന്ന കാര്യവും അത് പ്രത്യേകം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ സ്വരം ഇതുവരെ മുഖ്യമന്ത്രിയെ വിമർശിക്കാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള, മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയില്ല, മുഖ്യമന്ത്രിയെ അബദ്ധത്തിൽ ചാടിക്കുന്നതാണ്, ആ രീതിയിലുള്ള പരാമർശമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇനി ഒരുപക്ഷെ അൻവർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വരം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? രാജീവ്, ഞാൻ രാജീവിലേക്ക് വരാം. ശാലിനി, അൻവർ പുറത്തിറങ്ങിയോ? അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? അൻവറിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ശാലിനി, കേൾക്കാമോ? ശാലിനി, MLA ഹോസ്റ്റലിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാലിനി, അൻവർ പുറത്തിറങ്ങുമോ, ഇറങ്ങിയോ? എന്താണ് MLA ഹോസ്റ്റലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഞാൻ വീണ്ടും രാജീവിലേക്ക് പോവുകയാണ്. രാജീവ് മറുപടി. രാജീവ്, അൻവർ സ്വരം ഘടിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവുമോ? അല്ലമ്പ്യാർ, തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ അത്തരമൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അതിന് ഏകദേശം അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു എന്നായിരുന്നു അൻവർ കരുതിയതെങ്കിൽ പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ അൻവറിന് ചില ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടിയെടുക്കും, ചുരുങ്ങിയ പക്ഷം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയെങ്കിലും ചെയ്യും എന്നൊരു ആത്മവിശ്വാസം പി.വി. അൻവറിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചപ്പോൾ അതുപോലും പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, അദ്ദേഹം ആരോപണം ഉന്നയിച്ച മറ്റൊരു വ്യക്തി സുജിത്ദാസ് ആണ്. സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്നായിരുന്നു പി.വി. അൻവറിന്റെ കണക്കുകൂട്ടലെങ്കിൽ അതും തെറ്റുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. മാത്രമല്ല, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് പി.വി. അൻവർ എന്തായാലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടൻ ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം പി.വി. അൻവർ സൂചന നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ തീരുമാനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് നിർണായകമാകും. മുഖ്യമന്ത്രി എന്താണോ പി.വി. അൻവറിനോട് പറയുന്നത് അക്കാര്യം നിർണായകമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയാണ് പി.വി. അൻവർ. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് പി.വി. അൻവർ. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയിരിക്കുന്നതും പി.വി. അൻവർ തന്നെയാണ്. ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കിയിരിക്കുന്നതും പി.വി. അൻവർ തന്നെയാണ്. MR അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGP മാത്രമല്ല ഇവിടെ പ്രതിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയാണ്. കാര്യം അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് കേരള സമൂഹത്തെ അറിയിച്ചിരിക്കുകയാണ് പി.വി. അൻവർ, പറയാതെ പറഞ്ഞിരിക്കുകയാണ് പി.വി. അൻവർ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് തുറന്ന നിലപാടുകൾ സ്വീകരിക്കും, അതിനുശേഷം എന്തായിരിക്കും പി.വി. അൻവർ പറയാനുള്ളത് എന്ന കാര്യം വളരെ പ്രസക്തമാവുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പി.വി. അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പലരുടെയും ഫോൺ സംഭാഷണങ്ങൾ തന്റെ കൈവശമുണ്ട്, കൂടുതൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. കരിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ തന്റെ കൈവശമുണ്ട് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പി.വി. അൻവർ എത്തിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അല്ലമ്പ്യ.